സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹ്ഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പശ്ചിമേഷ്യ അങ്ങേയറ്റം യുദ്ധ കലുഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ടൊരു വർഷം മുമ്പ് ഗസയിൽ ആരംഭിച്ച കൂട്ടക്കുരുതി ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള സിവിലിയന്മാരായ നാട്ടിലെ സാധാരണക്കാരായ പൗരന്മാരും ആ നാട്ടിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന് മനസ്സ് വേദനിക്കുന്നുണ്ട് എങ്കിലും അത് തുറന്നു പറയാൻ ലോകരാഷ്ട്രങ്ങൾ മടിക്കുന്ന ഒരു ചുറ്റുപാടാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അലയൊലികൾ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. രാഷ്ട്രത്തലവന്മാരെയും നേതാക്കളെയുമെല്ലാം കൊന്നൊടുക്കുന്നു. ഇറാന്റെ പ്രസിഡന്റ് അദ്ദേഹത്തെയും കൊലപ്പെടുത്തിയതാണ് എന്നാണ് രഹസ്യമായി പറയപ്പെടുന്നത്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ, സീനിയർ കമാൻഡർ, അതേപോലെ തന്നെ ഹമാസിന്റെ ഏറ്റവും വലിയ നേതാവ് ഇസ്മായിൽ ഹനിയ, ലബനാനിൽ യുദ്ധം നയിക്കുന്ന ഹിസ്ബുള്ളയുടെ കമാൻഡർ അടക്കമുള്ള ആളുകളെയെല്ലാം തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ്. ആശയവിനിമയത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിരുന്ന പേജറുകളിൽ അതിൻ്റെ നിർമ്മാണ കമ്പനികളെ കയ്യിലെടുത്തുകൊണ്ട് അതിലേക്ക് ബോംബുകൾ പിടിപ്പിച്ച് ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന രൂപത്തിൽ ഹിസ്ബുള്ളയുടെ ഒരുപാട് കമാൻഡർമാർ, പട്ടാളക്കാർ കൊല്ലപ്പെടുകയോ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാകപ്പെടുകയോ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും ഉണ്ടാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് മുസ്ലിം രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളും നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് എന്താണ് ഫലസ്തീൻ, എന്താണ് അവിടെയുള്ള പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ധാരണ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 10ാമത്തെ തലമുറയിലാണ് നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 4 ആൺമക്കളുണ്ടായിരുന്നു. ആ ആൺമക്കളിൽ ഒരാളാണ് കൻആൻ. നമുക്കറിയാം, പ്രളയത്തിൽ മുങ്ങിമരിച്ച, അള്ളാഹുവിലുള്ള വിശ്വാസം ഒരിക്കലും അംഗീകരിക്കാൻ സന്നദ്ധനല്ല എന്ന് പറയുകയും എൻ്റെ മകനാണല്ലോ ഒന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവൻ മകനല്ല എന്ന് വിശുദ്ധ ഖുർആൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ മകനാണ് കൻആൻ, കൊല്ലപ്പെട്ടു. മറ്റുള്ള 3 മക്കളിൽ സാം എന്ന് പറയുന്നൊരു മകനുണ്ടായിരുന്നു. അദ്ദേഹത്തിനും കൻആൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മകനായും പേരമകനായും കൻആൻ എന്ന് പറയുന്ന പേരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാം എന്ന് പറയുന്ന മകന്റെ മകൻ അദ്ദേഹം താമസിച്ചത് ഫലസ്തീനിലായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെയാണ് ഇസ്ലാമും ഫലസ്തീനും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ചരിത്രപരമായിട്ട്. അവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ തീയിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ഫലസ്തീനിലേക്കായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൂത്ത് നബിയെയും വനജ്ജയ്നാഹു
ഇബ്രാഹിം നബിയെയും വലൂത്തൻ ലൂത്തിനെയും ഇലൽ അർളില്ലത്തി ബറക്നാ ഫീഹാ ലിൽ ആലമീൻ, ലോകർക്ക് ബർക്കത്തുണ്ടാക്കപ്പെട്ട ഒരു പ്രദേശത്തേക്ക് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞത് ഫിലസ്തീനിലേക്കായിരുന്നു. അതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അധികാര പരിധികളിൽ ഫലസ്തീനും ഉണ്ടായിരുന്നു എന്ന് കാണാം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ കുടുംബവും ജനിച്ചതും വളർന്നതുമെല്ലാം ഫലസ്തീനിലായിരുന്നു. പിന്നീട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മിസ്രിലെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി നിയമിതനായി. ആ ചരിത്രം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ടല്ലോ. അവസാനമായിട്ട് ആ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ കുടുംബവും ഏതാണ്ട് 70ഓളം വരുന്ന ആളുകളും ആ സമയത്താണ് ഫിലസ്തീനിൽ നിന്നും മിസ്രിലേക്ക് കുടിയേറി പാർക്കുന്നത്. പിന്നീട് 4 നൂറ്റാണ്ടോളം 400 വർഷത്തോളം കാലം അവർ ജീവിച്ചിരുന്നത് മിസ്രിലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഫലസ്തീനിലേക്ക് 400 വർഷങ്ങൾക്ക് ശേഷമാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം തിരിച്ച് ഫലസ്തീനിലേക്ക് വരുന്നത്. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്തും അദ്ദേഹത്തിന്റെ കാലശേഷവും അദ്ദേഹത്തിന്റെ ജനതയെ അള്ളാഹു ഫലസ്തീനിലാണ് താമസിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, അവരെ നേർച്ചയാക്കിയത് ഫിലസ്തീനിലെ അഖ്സ മസ്ജിദിലേക്കായിരുന്നു. അതിന്റെ മിഹ്റാബിന്റെ സമീപത്തായി കൊണ്ട് മറിയം ബീവിക്ക് പ്രത്യേകമായ ഒരു റൂമുണ്ടായിരുന്നു. അവിടെ അവർക്ക് ഭക്ഷണം ലഭിച്ചിരുന്നു. അള്ളാഹു പ്രത്യേകമായ അനുഗ്രഹത്താൽ മസ്ജിദുൽ അഖ്സായുടെ ഉള്ളിൽ മിഹ്റാബിന്റെ സമീപത്ത് അവർ താമസിക്കുന്ന റൂമിൽ അള്ളാഹു പ്രത്യേകമായി ഭക്ഷണം നൽകിയിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ ആ സന്ദർഭത്തിൽ തന്നെയാണ് അവരുടെ സംരക്ഷണം ഉണ്ടായിരുന്നത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനായിരുന്നു. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമും താമസിച്ചിരുന്നത് മസ്ജിദുൽ അഖ്സായിൽ തന്നെയായിരുന്നു. അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിൽ, ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബിക ശഖിയ്യ. അദ്ദേഹം നടത്തുന്ന ദുആ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന അദ്ദേഹം നടത്തുന്നു. എന്റെ മുടികൾ നുരുമ്പിച്ചു പോയിരിക്കുന്നു, വെളുത്തു പോയിരിക്കുന്നു, എന്റെ എല്ലുകൾ നുരുമ്പിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രായമായിരിക്കുന്നു, അല്ലാഹുവേ എനിക്കൊരു സ്വാലിഹായ മകനെ തരണമെന്ന് അദ്ദേഹം ദുആ ചെയ്തത്, പ്രാർത്ഥിച്ചത് മസ്ജിദുൽ അഖ്സായുടെ മിഹ്റാബിൽ ഇരുന്നു കൊണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെയാണ് അള്ളാഹു അദ്ദേഹത്തിന് ജവാബ് കൊടുക്കുന്നത്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, യഹ്യ എന്ന പേരുള്ള ഒരു കുഞ്ഞിനെ കുറിച്ചിതാ താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് അള്ളാഹു ജവാബ് കൊടുത്തതും മസ്ജിദുൽ അഖ്സായുടെ മിഹ്റാബിൽ വെച്ചുകൊണ്ടായിരുന്നു. എന്നിങ്ങനെ ചരിത്രപരമായിട്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര കാലഘട്ടം മുതൽ മസ്ജിദുൽ അഖ്സായും ഫിലസ്തീനുമായി മുസ്ലിങ്ങൾക്ക് അഭേദ്യമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും മസ്ജിദുൽ അഖ്സായുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ രാപ്രയാണം, ഇസ്രാഉം മിഅ്റാജും സംബന്ധമായിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്തും അതേപോലെ ഹദീസിൽ വന്ന കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ ആ ഇസ്രാ യാത്ര, രാപ്രയാണം അത് മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സായിലേക്കായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് ആ മസ്ജിദുൽ അഖ്സായെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗങ്ങളെല്ലാം അള്ളാഹു ബർക്കത്തുള്ളതാക്കിയിരിക്കുന്നു എന്നാണ്. നേരത്തെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും പറയുന്നിടത്ത് അവരെ രക്ഷപ്പെടുത്തിയതും ആ പ്രദേശം ബർക്കത്തുള്ളതാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പ്രത്യേകമായി അവിടെയും പറയുന്നുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്,
ഖുൽതു യാ റസൂലല്ലാഹ്, അദ്ദേഹം പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, അയ്യു മസ്ജിദിൻ വുളിഅ ഫിൽ അർളി അവ്വലാ, ഭൂമിയിൽ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ് അള്ളാഹുവിന്റെ ദൂതരെ എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, ലോകത്ത് ഭൂമിയിൽ ആദ്യമായി ഉണ്ടാക്കപ്പെട്ട പള്ളി മസ്ജിദുൽ ഹറാമാണ്. ഖുൽതു, ഞാൻ വീണ്ടും ചോദിച്ചു, സുമ്മ അയ്യു, അതിനുശേഷം ഉണ്ടാക്കപ്പെട്ട പള്ളി ഏതാണ്? അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സാ, ഭൂമിയിൽ രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്, മസ്ജിദാണ് മസ്ജിദുൽ അഖ്സാ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കം ബൈനഹുമ, ആ രണ്ട് പള്ളിയും ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ വന്ന മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സായും നിർമ്മിക്കപ്പെടുന്നതിന്റെ ഇടയിലുള്ള കാലവ്യത്യാസം എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 സന, 40 വർഷത്തിന്റെ വ്യത്യാസത്തിലാണ് ആ രണ്ട് പള്ളികൾ നിർമ്മിക്കപ്പെടുന്നത്. മസ്ജിദുൽ ഹറാം നിർമ്മിക്കപ്പെട്ട് 40 വർഷം കഴിഞ്ഞാണ് രണ്ടാമത്തെ പള്ളിയായിട്ട് മസ്ജിദുൽ അഖ്സാ ഭൂമിയിൽ പണിയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട രണ്ടാമത്തെ പള്ളി ഫിലസ്തീനിലാണ്, അതാണ് മസ്ജിദുൽ അഖ്സാ. അള്ളാഹു അതിനെ ബർക്കത്തുള്ള പള്ളിയാക്കിയിട്ടുണ്ട്. ആ പള്ളിയുടെ പരിസരവും അള്ളാഹു ബർക്കത്തുള്ളതാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തീർത്ഥയാത്ര നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം അനുവദിക്കുന്ന 3 പള്ളികളാണുള്ളത്. ലാ തുശദ്ദു റിഹാല ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ തീർത്ഥയാത്ര നടത്തരുത്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകരുത്. അതിലൊന്ന് മസ്ജിദുൽ ഹറാം, ഒന്ന് മസ്ജിദുൽ ഹറാമാണ്. 2 മസ്ജിദുൽ അഖ്സാ പള്ളിയാണ്. 3-മതായി മസ്ജിദി ഹാദാ, എന്റെ പള്ളിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 3 പള്ളികളിലേക്ക് തീർത്ഥയാത്ര അനുവദിക്കപ്പെട്ട 3 പള്ളികളിൽ ഒന്ന് മസ്ജിദുൽ അഖ്സായാണ്. മസ്ജിദുൽ അഖ്സായിൽ 1 റക്അത്ത് നമസ്കരിച്ചാൽ 500 റക്അത്ത് നമസ്കരിച്ച പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂല് 16 മാസത്തോളം ഖിബലയായിട്ട് നമസ്കാരത്തിന് തിരിഞ്ഞു നിന്നിരുന്നത് മസ്ജിദുൽ അഖ്സായിലേക്കാണ് എന്നും നമുക്ക് ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. അങ്ങനെ ഇസ്ലാമുമായിട്ട് മുസ്ലിങ്ങളുമായിട്ട് അഭേദ്യമായ ഹൃദയബന്ധമുള്ള ഒരു പ്രദേശമാണ്, ഒരു നാടാണ് ഫിലിസ്തീൻ. അങ്ങനെ ബന്ധമുള്ള ഒരു മസ്ജിദാണ് മസ്ജിദുൽ അഖ്സാ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പിന്നീട് ഇങ്ങനെ ക്രൈസ്തവര് കൈകാര്യം ചെയ്തു വന്നിരുന്നതാണ്. ക്രൈസ്തവന്മാരെ കൈകാര്യം ചെയ്യുന്ന ആ പള്ളി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയാവുന്ന കാലത്ത് അന്ന് മസ്ജിദുൽ അഖ്സ കൈകാര്യം ചെയ്തിരുന്ന അതിനെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്ന മെത്രാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു, ഉമർ നേരിട്ട് വന്ന് ആ താക്കോല് കൈപ്പറ്റണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് പോകുന്ന രംഗമെല്ലാം ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. കീറിപ്പറഞ്ഞ ഒരു ഡ്രസ് ഇട്ടിട്ട് അദ്ദേഹം പോകുമ്പോ ഒരു ഖലീഫയാണ് എന്ന് പോലും തിരിച്ചറിയാൻ, വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനാദരവുകൾ അന്ന് മെത്രാൻ പ്രകടിപ്പിച്ചു എന്നാണ്. ആ താക്കോല് കൈമാറുമ്പോ 2-3 കാര്യങ്ങളാണ് അദ്ദേഹം ആ മെത്രാൻ വസിയത്തായിട്ട് പറഞ്ഞത്. ആ വസിയത്ത് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ജൂതന്മാരെ ഇവിടെ നിങ്ങൾ താമസിപ്പിക്കരുത് എന്നാണ്. ജൂതന്മാരെ നിങ്ങൾ താമസിപ്പിക്കരുത് എന്നുള്ള ഒരു കണ്ടീഷനും പറഞ്ഞുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ താക്കോല് കൈമാറുന്നത്. അപ്പൊ ജൂതന്മാർ എത്രത്തോളം ക്രൂരന്മാരാണ് എന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവന്മാർ പോലും മനസ്സിലാക്കിയിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പിന്നീട് 5 നൂറ്റാണ്ട് കാലത്തോളം മുസ്ലിമീങ്ങൾ നിർഭയമായി ഇബാദത്ത് നടത്തി വന്നിരുന്ന ഒന്നായിരുന്നു മസ്ജിദുൽ അഖ്സ. 500 വർഷത്തോളം ഏതാണ്ട് കഴിഞ്ഞ സമയത്താണ് ക്രൈസ്തവ പുരോഹിതന്മാർക്ക് അത് വീണ്ടും കിട്ടിയാൽ കൊള്ളാം എന്ന ഒരു ചിന്ത വരുന്നത്. അങ്ങനെ ക്ലിയർ മൗണ്ടിലെ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയത്താണ് മാർപ്പാപ്പ ഓർബാൻ 2 അദ്ദേഹം ഒരു ആഹ്വാനം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഖുദ്സ് പിടിച്ചടക്കുന്ന ആളുകൾക്ക് പാപമോചനമുണ്ട്, അവർക്ക് സ്വർഗമുണ്ട്, അതിന് ഞാൻ നിങ്ങളോടൊപ്പമുണ്ടാകും എന്ന്. മാർപ്പാപ്പമാര് പറഞ്ഞാൽ അതിനപ്പുറത്തൊന്നില്ല. മാർപ്പാപ്പ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ അതങ്ങനെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്.
മാർപ്പാപ്പ പാപമോചനം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആളുകളാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആഹ്വാനം അവർ സ്വീകരിച്ചു. 1099 അവിടെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു. 70,000-ഓളം മുസ്ലിങ്ങളാണ് അവിടെ ഷഹീദായത്. ബാറക്കിനാ ഹൗലഹു എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആ പ്രദേശത്ത്, ആ ഖുദ്സിന്റെ ചുറ്റുഭാഗങ്ങളിലെല്ലാം രക്തം തളം കെട്ടി നിന്നു എന്നാണ്. അത് പിടിച്ചെടുക്കാൻ വേണ്ടി ഓടുന്ന ശത്രു സൈന്യം അവരുടെ കുതിരകൾ മുസ്ലിങ്ങളുടെ രക്തത്തിൽ തെന്നി വീണിരുന്നു എന്ന് പോലും ചരിത്രം രേഖപ്പെടുത്തുമാറ് മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ് പള്ളി പിന്നീട് അവർ പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം 80 വർഷത്തോളം ക്രൈസ്തവരുടെ കയ്യിലായിരുന്നു മസ്ജിദുൽ അഖ്സ. 1179 സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം രംഗപ്രവേശം ചെയ്തു. അദ്ദേഹം നേരെ ഖുദ്സ് പിടിച്ചെടുക്കാനൊന്നും പോയില്ല. അദ്ദേഹം ആളുകളെ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു. അദ്ദേഹം തൗഹീദ് എന്താണ് എന്ന് ആളുകളെ പഠിപ്പിച്ചു. അദ്ദേഹം തസ്കിയത്ത് നടത്തി, ആളുകളെ സംസ്കരിച്ചെടുത്തു. അങ്ങനെ തൗഹീദ് അംഗീകരിക്കുന്ന ആളുകളായിട്ട് ആ സമൂഹത്തെ 6 വർഷക്കാലം അദ്ദേഹം അവരെ മാറ്റിയെടുത്തതിന് ശേഷം ഒരു തുള്ളി രക്തം പോലും വീഴാതെ രക്തരഹിത വിപ്ലവത്തിലൂടെയാണ് വീണ്ടും അദ്ദേഹം ഖുദ്സ് മുസ്ലിമീങ്ങൾക്ക് അധീനപ്പെടുത്തുന്നത്. 70,000 മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തിക്കൊണ്ട് കയ്യിൽ നിന്ന് പോയ മസ്ജിദുൽ അഖ്സ ഒരു തുള്ളി രക്തം പോലും ചിന്താതെയാണ് സലാഹുദ്ദീൻ അയ്യൂബി അത് വീണ്ടും അധീനപ്പെടുത്തുന്നത്. അദ്ദേഹം ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, റജബ് മാസം 27 എൻ്റെ ഓർമ്മ. ആ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് മുമ്പായി കൊണ്ട് അദ്ദേഹം മസ്ജിദുൽ അഖ്സായിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം അവിടെ ശുക്റിന്റെ സുജൂദ് ചെയ്ത് കരഞ്ഞു. അതിനുശേഷമാണ് അവിടെ ജുമുഅ നടക്കുന്നത്. പിന്നീട് 800 വർഷത്തോളം 8 നൂറ്റാണ്ടുകാലം മുസ്ലിമീങ്ങൾ അവിടെ ഇബാദത്ത് ചെയ്തു. 1917 വരെയും മുസ്ലിങ്ങൾ നിർഭയമായി ഖുദ്സിൽ മസ്ജിദുൽ അഖ്സായിൽ സുജൂദ് ചെയ്തു, അവിടെ നമസ്കരിച്ചു. നമസ്കരിക്കാൻ മേലെ ഇരിക്കാൻ സൗകര്യമുണ്ട്, അങ്ങോട്ട് കയറി പോകുക. ഉള്ളിലുള്ള ആളുകൾ ഒന്ന് മുന്നോട്ട് കയറി ഇരുന്ന് സ്വഫുകൾ പൂർത്തിയാക്കി ഇരിക്കുക. 1917 വരെ മുസ്ലിമീങ്ങളുടെ കയ്യിലായിരുന്നു. അതിനിടയ്ക്ക് ഒരു പിന്നോട്ടൊന്നുകൂടി പോയാൽ 1897 തിയോഡർ ഹെൽസർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹമാണ് വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കുന്നത്. ഈ വിഭാഗത്തിന്, ജൂത വിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യം, a land without a people for a people without a land. ദേശമില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത ഒരു ദേശം എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ അദ്ദേഹം രൂപം നൽകുന്നത്. അന്ന് തിയോൾഡർ പറഞ്ഞത്, നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് വരെയുള്ള മക്കയും മദീനയും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഞങ്ങൾക്ക് ജൂതരാഷ്ട്രമായിട്ട് ലഭിക്കണം എന്നാണ് അയാൾ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. അതിനും 2 വർഷം മുമ്പ് 1895 ജൂതരാഷ്ട്രം എന്ന പേരിൽ തിയോൾഡർ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തെ ജൂത റബ്ബിമാരും സാധാരണക്കാരായ ജൂത പ്രവർത്തകരുമെല്ലാം പരിഹാസത്തോടു കൂടിയാണ് കണ്ടത്. അങ്ങനെ ഒരു ജൂതരാഷ്ട്രം ലോകത്ത് സംഭവിക്കുകയില്ല എന്നായിരുന്നു അവരുടെ റബ്ബിമാർ പോലും വിശ്വസിച്ചിരുന്നത്. പക്ഷേ 2 വർഷം കഴിയുമ്പോഴേക്ക് ആ പുസ്തകത്തിന്റെ പ്രതിഫലനം എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ലോക സയനിസ്റ്റ് സംഘടന രൂപീകരിക്കാൻ വരെ സാധിച്ചു എന്നുള്ളതായിരുന്നു. ആ സന്ദർഭത്തിൽ ആദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചത് അർജന്റീന എന്ന് പറയുന്ന രാജ്യം ഞങ്ങൾക്ക് ജൂതരാഷ്ട്രമായി കിട്ടണമെന്നായിരുന്നു. ആ രാജ്യം കിട്ടുകയില്ല എന്ന് മനസ്സിലായപ്പോൾ ബ്രിട്ടീഷുകാര് അവരുടെ കോളനിയായിരുന്ന ഉഗാണ്ട 1903 ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യം ജൂതന്മാർക്ക് അവരുടെ രാഷ്ട്രമായി നൽകാമെന്ന് പറഞ്ഞു. തിയോഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ ഇഷ്ടമായിരുന്നു. അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തു. കാരണം ഉഗാണ്ട കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പതിയെ മറ്റ് ജൂതരാഷ്ട്രം വികസിപ്പിക്കാം എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്.
പക്ഷെ അപ്പോഴേക്കും നേരത്തെ അദ്ദേഹത്തെ പരിഹസിച്ചിരുന്ന ജൂത റബ്ബിമാരും അതിന്റെ ആളുകളുമെല്ലാം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ജൂതരാഷ്ട്രമായിട്ട് സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. അപ്പോൾ ഉഗാണ്ട എന്ന് പറയുന്ന ഒരു രാജ്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അതിനിടെ ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ 1904 44-ാമത്തെ വയസ്സിൽ അറ്റാക്ക് വന്നുകൊണ്ട് തിയോഡർ മരണപ്പെടുകയാണ്. പക്ഷേ രോഗാതുരനായ തിയോഡർ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ എവിടെയും മറമാടരുത്, എന്നെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. എന്നാണോ ജൂതരാഷ്ട്രം നിലവിൽ വരുന്നത് അവിടെയാണ് എന്നെ ഖബറടക്കേണ്ടത് തിയോഡർ പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മൃതദേഹം എംബാം ചെയ്തു വെച്ചു. പിന്നീട് 1917 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണ്. ജർമ്മനും ബ്രിട്ടനുമാണ് രണ്ടു പക്ഷത്തായി നിൽക്കുന്നത്. ലോകരാജ്യങ്ങൾ രണ്ടു പക്ഷത്തുമായി ചേർന്നുകൊണ്ടിരുന്നു. മുസ്ലിം രാജ്യങ്ങൾ ജർമ്മനിയുടെ കൂടെയായിരുന്നു. ആ യുദ്ധത്തിൽ ജർമ്മനി തോറ്റു. അങ്ങനെ ജർമ്മനി തോറ്റപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന വലിയ രാജ്യം അത് ബ്രിട്ടീഷ് കോളനിയായി മാറി. ആ ബ്രിട്ടീഷ് കോളനിയായ ഫലസ്തീനെ അവർ 4 മുറിച്ചു. ഒന്ന് ജോർദാൻ, ഒന്ന് സിറിയ, ഒന്ന് ലബനാൻ, ഒന്ന് ഫലസ്തീൻ. 4 രാജ്യങ്ങളാക്കി. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം വേണമെന്ന് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ആ സ്വാതന്ത്ര്യം നൽകേണ്ടി വരും എന്ന് തോന്നിയപ്പോൾ ഇന്ത്യയെ 2ആയിട്ടങ്ങ് മുറിച്ചു. ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഇന്ത്യയുമായി നിലനിന്നു. അപ്പോൾ ലോകമുള്ള കാലം വരെയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുതയുണ്ടാകും. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ ചെയ്തതാണ്. ഫലസ്തീനെ കോളനിയായി മാറിയപ്പോൾ 4 രാഷ്ട്രങ്ങളാക്കി. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, ഫലസ്തീനുമായി പ്രശ്നം വരുമ്പോൾ ജോർദാൻ ഇടപെടുന്നുണ്ട്, സിറിയ ഇടപെടുന്നുണ്ട്, ലബനാൻ ഇടപെടുന്നുണ്ട്, എന്താണ് കാര്യം എന്ന്. ഇതൊരു രാജ്യമായിരുന്നു. ആ രാജ്യത്തെ വെട്ടിമുറിക്കുകയായിരുന്നു. 1939 2-ാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ട് 1945 ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നു. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നതിന് ശേഷം ഐക്യരാഷ്ട്രസഭ ഫലസ്തീനെ 3ആയിട്ട് വിഭജിച്ചു. 4ആയിട്ട് വിഭജിച്ചതിലുള്ള ഫലസ്തീൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ ഐക്യരാഷ്ട്രസഭ 3ആയി തുണ്ടമാക്കി. അതിൽ ഒന്ന് ഫലസ്തീൻ, അത് മുസ്ലിമീങ്ങൾക്ക് നൽകി. 2ാമത് ഇസ്രായേൽ, അത് ജൂതന്മാർക്ക് നൽകി. 3ാമതൊരു ഭാഗം ഐക്യരാഷ്ട്രസഭ കയ്യിൽ വെച്ചു. 2-3 വർഷം കൂടെ കഴിഞ്ഞു. 1948 മെയ് 14 വൈകുന്നേരം 4:06 സമയമാണ്. തെൽ അവീവിൽ വെച്ചുകൊണ്ട് ഫലസ്തീൻ മണ്ണ് ജൂതരാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ജൂതന്മാർക്ക് മുസ്ലിമീങ്ങൾ കൈവശം വെക്കുന്ന ഇസ്ലാമിന്റെ ചരിത്രം ഉറങ്ങാത്ത മണ്ണ്, ആ മണ്ണ് ജൂതന്മാർക്ക് നൽകുന്നത് 1948 മെയ് 14 അന്ന് അമേരിക്കയും റഷ്യയുമാണ് അവർക്ക് പിന്തുണ നൽകിയത്. ഇന്ന് റഷ്യ ഇസ്രായേലിനെതിരാണ്, അമേരിക്കക്കെതിരാണ്. അത് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗമാണ്. തിയോഡർ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം സ്വപ്നം കാണുകയും അതിനുവേണ്ടി പുസ്തകം എഴുതുകയും ലോക ഷേണിസ്റ്റ് സംഘടന ഉണ്ടാക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ മൃതദേഹം, എംബാം ചെയ്തു വെച്ച മൃതദേഹം ഫിലസ്തീനിൽ കൊണ്ടുവന്നു, അവിടെ ഖബറടക്കി. ഇത് ആ നാടിന്റെ ചരിത്രമാണ്. ഇവിടെയാണ് നമ്മൾക്ക് കുറച്ച് ചിന്തിക്കാനുമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖാതിലുൽ മുസ്ലിമൂന അൽ യഹൂദ്. ലോകാവസാനം സംഭവിക്കുകയില്ല ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധം വരുന്നത് വരെ. വയഖൂലുൽ ഹജറു വശജർ, അന്ന് കല്ലുകളും മരങ്ങളും അവരുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന ജൂതനെ കുറിച്ച് പറയും, യാ മുസ്ലിം വറാഇ യഹൂദി, മുസ്ലിമേ എന്റെ പിന്നിൽ ഇതാ ജൂതൻ ഒളിച്ചിരിക്കുന്നുണ്ട്, ഫഖ്തുൽഹു, അവനെ കൊല്ലുക എന്ന് പറയുന്ന ജൂതന്മാർക്ക് ലോകം മുഴുവനും എതിരാവുന്നൊരു കാലം ലോകത്ത് വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാകുന്നത് വരെയും ലോകാവസാനം സംഭവിക്കുകയില്ല എന്നാണ്. അപ്പൊ അതിലേക്കുള്ള വഴികളാണ്, അതിലേക്ക് പോകുന്ന വഴികളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. മുസ്ലിമീങ്ങൾക്ക് കൈവശം വെക്കേണ്ട ഇസ്ലാമിന്റെ എല്ലാ അർത്ഥത്തിലും ഹൃദയബന്ധമുള്ള, മുസ്ലിമീങ്ങളുടെ ഖിബലയായിരുന്ന, മുസ്ലിമീങ്ങൾക്ക് തീർത്ഥാടനം ചെയ്യാൻ അവകാശമുള്ള
നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ മുതൽ മുസ്ലിമീങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളൊരു മണ്ണ്, ഒന്നുമില്ലാത്ത ആരുമല്ലാത്തൊരു പ്രദേശം അവർ ഏറ്റെടുക്കുകയാണ്. അവർക്ക് അഭയം കൊടുത്ത ആളുകളെയാണ് ഇന്നവർ കൊന്നൊടുക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്ന രംഗങ്ങൾ കാണുമ്പോൾ ഏതൊരു കരളുള്ള മനുഷ്യനും കണ്ണുനീര് വരും. ആ തരത്തിലാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊന്നൊരു തെറ്റും ചെയ്യാത്തവരാണ്. നമ്മൾ ചോദിക്കും, എന്തിനാ ഇസ്രായേലിലേക്ക് ബോംബിടാൻ പോയത് എന്ന്. അതിന്റെ മറ്റൊരു വശമുണ്ട്. എങ്കിലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത ആളുകൾ സ്വന്തം രാജ്യത്തേക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു സമൂഹം, അവർ അവിടെ അധികാരം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ നാടിനെ ചുറ്റുമതിൽ കെട്ടിക്കൊണ്ട് അവരെ വീർപ്പ് മുട്ടിക്കുകയാണ്. അവർക്ക് തിന്നാൻ ഭക്ഷണമില്ല, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, അവർക്ക് മാറാൻ വസ്ത്രങ്ങളില്ല, അവർക്ക് ഇബാദത്ത് ചെയ്യാൻ ആ പള്ളിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ജൂതന്മാരുടെ പാസ്പോർട്ട് വേണം എന്ന അവസ്ഥയാണ്. മസ്ജിദുൽ അഖ്സായിലേക്ക് അള്ളാഹു ബർക്കത്താക്കിയ ആ പള്ളിയിലേക്ക് ഒരു മുസ്ലിമിന് കടന്ന് സുജൂദ് ചെയ്യാൻ ജൂതന്മാരുടെ പാസ് ഉണ്ടെങ്കിലേ കടക്കാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യമുള്ള ഒരു നാടാണത്. അള്ളാഹു ആ നാടിനെയും മുസ്ലിമീങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഗാഫിരിൽ ദംബ് വഖാബിലിത് തൗബ് ശദീദിൽ ഇഖാബ് ലിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇത്തഖുല്ലാഹ് ഇബാദുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വെച്ചത്, മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യുദ്ധത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അന്തിമ വിജയം മുസ്ലിമീങ്ങൾക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ജൂതന്മാർ വെപ്രാളപ്പെട്ട് ഒളിച്ചു നിൽക്കുന്ന കല്ലുകളും മരങ്ങളും പോലും വിളിച്ചു പറയും എന്നാണ്. അത് ആലങ്കാരികമായ പ്രയോഗമായിരിക്കാം ഒരുപക്ഷെ. അതേസമയം ഞാൻ ഇന്നലെ പോലും ഒരു പത്രവാർത്ത കണ്ടത്, ലോകത്തൊരു രാജ്യത്ത് കല്ലുകൾ, ആ കല്ലുകൾ പ്രജനനശേഷിയുണ്ട്, കല്ലുകൾ വളരുന്നുണ്ട്, ആ കല്ലുകളിൽ പ്രജനനശേഷി പോലും ഉണ്ട് എന്നുള്ള രൂപത്തിൽ റിപ്പോർട്ടുകളാണ്. അതുപോലെ തന്നെയാണ് മരങ്ങളുടെ കാര്യവും. പലപ്പോഴും അത് നമ്മുടെ ലോകത്ത് ചർച്ചാ വിഷയമാവാറുണ്ട്. അപ്പൊ കല്ലുകളും മരങ്ങളും വിളിച്ച് പറയുമെന്ന് പറഞ്ഞാൽ ആലങ്കാരികമാകാം, അതല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാം എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതേ സന്ദർഭത്തിൽ തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഖുദ്സിനെ മോചിപ്പിക്കുന്നത് ജനങ്ങളെ സംസ്കരിച്ചെടുത്തതിന് ശേഷമാണ്. തസ്കിയത്തുള്ളൊരു സമൂഹത്തെ ഉണ്ടാക്കിയതിന് ശേഷമാണ്. തൗഹീദുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയതിന് ശേഷമാണ്. ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ പ്രസിഡന്റ് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഖബറടക്ക ചടങ്ങിൽ അവിടെ ഉയർന്നു കേട്ട ശബ്ദം യാ ഹുസൈൻ യാ ഹുസൈൻ യാ ഹുസൈൻ എന്നായിരുന്നു. അള്ളാഹുവിനെ വിളിക്കേണ്ടുന്ന സ്ഥാനത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയെ വിളിക്കുന്ന ഒരു സമൂഹം, അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവല്ലാത്തവരോട് തേടുന്ന സമൂഹം. ഒരു സമൂഹം അങ്ങനെയായിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹുവിനില്ല എന്നാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനോട് മാത്രം സങ്കടങ്ങൾ പറയുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഖുദ്സിനെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട്. നമ്മളതിനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ഖുദ്സിനെയാണ് നമ്മൾ പിന്തുണയ്ക്കുന്നത്. ആ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങളും അന്യായമായ പ്രവർത്തനങ്ങളും അത് മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്നായാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്ന, ഖുലഫാഉർ റാഷിദുകളെ അംഗീകരിക്കുന്ന, ഖൈറു ഖുറൂനി ഖർനി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 ഉത്തമ നൂറ്റാണ്ട് കാലത്തെ പ്രാമാണികരായ സലഫ് സ്വാലിഹികളെ അംഗീകരിക്കുന്ന
തഖ്വയുള്ള ആളുകൾക്ക് മാത്രമേ ഖുദ്സിനെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അത് മോചിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസരാഹിത്യത്തോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിച്ചാൽ ഒരുപാട് ആളുകൾ രക്തം നൽകേണ്ടി വരും, ഒരുപാട് ജീവനുകൾ നൽകേണ്ടി വരും എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ളത്. അള്ളാഹുവിന്റെ റസൂല് നമുക്ക് നൽകിയ ആ ഭവനം ഇൻഷാ അള്ളാഹ് മുസ്ലിമീങ്ങളുടെ കയ്യിൽ തന്നെ വരും. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അവിടെ മരണപ്പെടുന്ന സാധാരണക്കാരായ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവിടെ മരണപ്പെടുന്ന ആളുകൾക്ക് ഷഹീദിന്റെ പദവി അള്ളാഹു നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.